ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിക്കുന്നു. കാർ പോർച്ചിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുൻവശത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് റോസിൻ്റെ പ്രൂണിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റോസിൽ കാര്യമായിട്ട് ഇലയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കാർ പോർച്ചിലിരിക്കുന്ന ചെടി ഇതിലേക്ക് വയ്ക്കുകയാണെങ്കിൽ കാർ പോർച്ചിലൊന്ന് ഒത്തിരി സ്പേസ് കൺസ്യൂം ചെയ്യാതിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് നേരെ കാർ പോർച്ചിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ. നമ്മൾ മദർ പ്ലാന്റായിട്ട് കീപ്പ് ചെയ്യുന്ന പ്ലാന്റ്സും അല്ലാതെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മൾ കാർ പോർച്ചിലായിരുന്നു കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഷെയ്ഡുള്ളത് കാർ പോർച്ച് ആയതുകൊണ്ട്, കൂടുതലും ഫോളേജ് പ്ലാന്റ്സ് ആയതുകൊണ്ടും നമ്മൾ കാർ പോർച്ചിൻ്റെ സൈഡിലായിരുന്നു കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം സ്പേസ് നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊരു ആലോചന വന്നത്. പിന്നെ ഈ ചെടികൾ പരിപാലിക്കുന്നവർക്കറിയാം, നമുക്ക് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തൃപ്തിയായില്ലെങ്കിൽ വീണ്ടും അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്കത് കാണാം. കണ്ടിന്യൂസ് ആയിട്ട് ഒരിടത്ത് വെച്ചത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് തൃപ്തിയാവാതെ വീണ്ടും മാറ്റുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഞാൻ വെച്ച പ്ലാന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റീഅറേഞ്ച് ചെയ്യുന്നത്. ചെടി വളർത്തുന്നവരെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണത്. പിന്നെ ചെടികളിലെ അറേഞ്ച്മെൻറ്റ്സ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ഈ ഓർഡറിലായിരിക്കില്ല ചെടികൾ വയ്ക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെയാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലും വീഡിയോസിൽ കാണുമ്പോൾ ഈ അറേഞ്ച്മെൻറ്റ്സിലായിരിക്കില്ല ചെടികളിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഞായറാഴ്ച പരിപാടി ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.